ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചീരുവിന് എന്തോ പറ്റും മാഷേ? അവള് പ്രഗ്നന്റ് ആയിരുന്നില്ലേ? അതെ, അവള് വിനയന്റെ വീട്ടിൽ പോയപ്പോ അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് വീണു. ഈശ്വര, എന്നിട്ട് കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ മാഷേ? ആദ്യം അങ്ങനെയൊക്കെ പേടിച്ചു. ഇപ്പോ ദൈവം സഹായിച്ച വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, സച്ചി എന്ത് പറയുന്നു? ഒരു വിവരമില്ലല്ലോ. ആള് സ്ഥലത്തില്ലേ? കുറച്ചു നാളായിട്ട് വിളിയൊന്നുമില്ല. ഞാനും കുറച്ച് പ്രശ്നത്തിലേക്കായിരുന്നു. അതാ ഞാൻ അങ്ങോട്ട് വിളിക്കായിരുന്നത്. സച്ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് മാഷെ. അധികം പുറത്തേക്കെങ്ങും പോവാറില്ല. ജോലിയും വീടുമായി തന്നെ. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ മകളായിരുന്നു. അവളുടെ ഭാവി നിറം മങ്ങിയതോടെ എല്ലാ വെളിച്ചവും നഷ്ടപ്പെട്ടതുപോലെയായി മാഷെ. അമ്മേ, മാഷ കണ്ടിടണം ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? സാരമില്ല മോളെ, അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം മോളുടെ അമ്മയ്ക്കും അച്ഛനും ഉണ്ട്. വെളിച്ചം നഷ്ടപ്പെട്ടു പോയെന്നൊന്നും കരുതേണ്ട കാര്യമില്ല സാവിത്രി. ഇന്ദുവും ഗോകുലും ഒക്കെ ചെറുപ്പാണ്. അവരുടെ ജീവിതം തുടങ്ങാറാവുന്നതല്ലേ ഉള്ളൂ. സംഭവിച്ചതൊക്കെ എന്തോ നല്ലത് വരാൻ വേണ്ടിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ അങ്ങനെയാ മാഷെ ചിന്തിക്കുന്നേ. കഴുത്തിലൊരു താലിയല്ലേ വീണുള്ളൂ, കയറ് വീണില്ലല്ലോ. ഞാൻ ആ താലി കഴിച്ചു വെച്ചതുകൊണ്ട് ഡോക്ടർ മൃദുലയ്ക്ക് ഒരു ജീവിതം കിട്ടും. ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിലൊക്കെ. അപ്പോ രാഹുലിനെ വിട്ടുകൊടുക്കാൻ തന്നെ മോള് തീരുമാനിച്ചു അല്ലേ? അതെ മാഷെ, അതാണ് ശരിയെന്ന് തോന്നി. അച്ഛൻ മാഷിന്റെ അടുത്ത് ഉപദേശം തേടി വന്നപ്പോ ഇന്ദുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനല്ലേ മാഷും പറഞ്ഞത്? അതെ, മോളുടെ ജീവിതമല്ലേ, അതിലെ നല്ലതും ചീത്തയൊക്കെ മോള് തന്നെയല്ലേ അനുഭവിക്കേണ്ടത്. അപ്പോ തീരുമാനം എടുക്കേണ്ടതും മോള് തന്നെയാ. ബാക്കിയൊക്കെ എന്റെ മോള് മറക്കാന്ന് പറഞ്ഞതാ മാഷെ. പക്ഷെ ആ ഡോക്ടർ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോഴാ. ഇങ്ങനെയൊരു തിരിച്ചടിക്ക് ഞാൻ അർഹയാണെന്ന് തോന്നുന്നു മാഷെ. ആദ്യം ഒരഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഞങ്ങൾ ഡോക്ടർ രാഹുലിനെ വേണ്ടെന്ന് വെച്ചു. പിന്നെ കല്യാണ ഫംഗ്ഷന്റെ പകിട്ടിൽ സത്യേട്ടന് യോഗ്യത പോരെന്ന് തോന്നിയത് കൊണ്ടോ എന്തോ ഞാനും എൻ്റെ വീട്ടുകാരും ഡോക്ടറിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്റെ കുസൃതി കണ്ട ദൈവം നിനക്ക് 2 പേരും വേണ്ടടേന്ന് തീരുമാനിക്കായിരുന്നു. ഇവക്കെല്ലാം തമാശയാ മാഷെ. പക്ഷേ എന്റെയും സച്ചിയേട്ടന്റെയും നെഞ്ചില് തീയാ. ഇനി ഇവക്ക് നല്ലൊരു ബന്ധം കിട്ടുവോ? ഇവക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവോ? ഞാൻ പറഞ്ഞില്ലേ സാവിത്രി, ഇന്ദു ചെറുപ്പാണ്. ഇവളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നീയും സച്ചിയും ധൈര്യമായിട്ടിരുന്നു. കഴിഞ്ഞതൊക്കെ ഇന്ദു മോളൊരു ചിരിയിൽ മായ്ച്ചു കളയുന്നുണ്ടെങ്കിൽ ഇവളെ മനസ്സിലാക്കുന്ന ഒരുത്തൻ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്പം കൂടി ഒന്ന് കാത്തിരുന്ന മാത്രം മതി. എന്നാ പിന്നെ ശരി, ഡോക്ടർ റൗണ്ട്സിന് വരുന്നതിന് മുമ്പ് എനിക്ക് ചീരുവിന്റെ അടുത്തെത്തണം. ഞാൻ പോട്ടെ. ശരി മോളെ. ശരി മാഷേ. സച്ചേട്ടനും ഞാനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാം. മാഷ് അവിടെ കാണുമോ? സാവിത്രി, നിങ്ങളിപ്പോ ധൃതി പിടിച്ച് അങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ചീരുവിനിപ്പോ ഒരു കുഴപ്പമില്ല. സാവിത്രി എന്നെ കണ്ട കാര്യം സച്ചിയോടൊന്ന് പറഞ്ഞേക്ക്. ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാം. എനിക്ക് സച്ചിയെ കണ്ട് വേറെ ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ടേ. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ മാഷ്. ശരി, പോട്ടെ മോളെ. ഇതുകൂടി കഴിക്കുമോളെ. മതി അമ്മ. ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ. വേണ്ട അമ്മ. ഓറഞ്ച് മതിയായെങ്കിൽ കൊടുക്കണ്ട രതികെ. ഈ ആപ്പിൾ കൊടുക്ക. ഇതേ ഗർഭിണികൾക്ക് ബെസ്റ്റാ. എന്നാ ആപ്പിള് കഴിക്കാം അല്ലേ മോളെ? അയ്യോ അമ്മ, എനിക്കിപ്പോ ഒന്നും വേണ്ടാഞ്ഞിട്ടാ. നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് അനുചേച്ചി എനിക്ക് ഫ്രൂട്ട്സ് തന്നതേ ഉള്ളൂ. എന്നാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുക്കല്ലേ രതികെ.
ഇനി നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ ചീരുമോളുടെ അടുത്തുണ്ടാവുക. അച്ഛനും അനു ചേച്ചി ഉടനെ വരുമായിരിക്കും അങ്കിളെ. ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ അവരെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനും ചേച്ചിയും വന്നാ അമ്മ അങ്കിളും വീട്ടിലേക്ക് പോയിക്കോ. എനിക്കിപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. എന്തിനാ മോളെ അച്ഛനെ അനുവിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇപ്പൊ അവരെക്കാൾ നിന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടേതല്ലേ? അതെ, ആർച്ചമോളും ഭദ്രമോളും വീട്ടിലുണ്ടായിരുന്നുകൊണ്ടാ ആ സമയത്ത് ചീരുവിന്റെ കൂടെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റാതിരുന്നത്. മക്കളെ രഘു അമ്പിളിയും അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനി നിന്റെ കാര്യം ഞങ്ങൾ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുക. എനിക്ക് അവിടെ വെച്ച് അപകടം പറ്റിയതുകൊണ്ട് അമ്മയ്ക്കും അങ്കിളിനും പേടിയുണ്ടല്ലേ? പേടിയല്ല മോളെ, ഒരു വിഷമം. അതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന നിനക്ക് അവിടെ വന്ന് കയറിയ ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചില്ലേ? അതാ വീടിന്റെ ദോഷം കൊണ്ടാണെന്നോ മറ്റോ മോൾക്കോ അച്ഛനോ ഒക്കെ തോന്നിയാലോ? വീടിനല്ല അമ്മേ ദോഷം, അമ്മയുടെ മകനാ. അതെങ്ങനെ അമ്മയോട് പറയണമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞ അതുകൊണ്ടാണോ രഘു അമ്പിളിയും വന്ന് മക്കളെ വിളിച്ചോണ്ട് പോയെന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഏയ് അതൊന്നും അല്ല അങ്കിള്. എനിക്കെന്തായാലും കുറച്ചു ദിവസം ബെഡ് റെസ്റ്റ് വേണ്ടി വരും. അതിനുവേണ്ടി ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ മക്കളെ മാത്രം അവിടെ നിർത്തേണ്ടി വരില്ലേ? അപ്പോ ഇവിടുന്ന് നേരെ ഡിസ്ചാർജ് ആയ മോള് നേരെ വീട്ടിലേക്ക് പോവാനാണോ തീരുമാനം? അത് ഞങ്ങൾക്ക് വലിയ സങ്കടമായിരിക്കും ചീരു. ബെഡ് റെസ്റ്റ് നമ്മുടെ വീട്ടിലും ആയിക്കൂടെ മോളെ? ഇപ്പൊ നീ അങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ പലരും പലതും പറഞ്ഞുണ്ടാക്കും മോളെ. പണ്ടത്തെ വിനയനെ അറിയാവുന്നവര് അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നീ തിരിച്ചു പോയെന്ന് പറയും. കേൾക്കുന്നവരത് വിശ്വസിക്കുകയും ചെയ്യും. മറ്റുള്ളവര് എന്ത് വേണേലും വിചാരിക്കട്ടെ അങ്കിളെ, അത് നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയ ശേഷം ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വന്ന അവരുടെ സംശയം തീരുമല്ലോ. എന്നാലും മോളെ, ഞങ്ങളുടെ വിഷമത്തെക്കുറിച്ച് മോളൊന്ന് ആലോചിച്ച് നോക്കി. നീയും മക്കളും അവിടേക്ക് തിരിച്ചു വരുന്നത് എത്രമാത്രം സ്വപ്നം കണ്ടവരാ ഞങ്ങളെന്ന് അറിയോ? അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായ ഞങ്ങൾക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും. മോൾക്കൊരു കാര്യം ചെയ്യാവോ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഞങ്ങളോടൊപ്പം ഒന്ന് വന്നു നോക്കും മോള്. 2 ദിവസം അവിടെ നിന്നിട്ട് മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ തന്നെ നിന്നെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടോളാം. അതുപോലെ എനിക്കറിയില്ല അങ്കിളെ, ഞാൻ അച്ഛൻ എന്താ പറയുന്നതെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്തോളാം. അത് മതി. മാഷിനെ കണ്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാവും. ഇനി പ്രസവ സമയത്ത് മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പേടിയുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും മുൻകരുതൽ എടുക്കുന്നതിലും ഞങ്ങൾക്ക് സമ്മതമാട്ടോ. ഡെലിവറി കുറച്ച് റിസ്ക് ആയിരിക്കുമെന്ന് ഡോക്ടർ അറിയിച്ച കാര്യം വിനയ് ഞങ്ങളോട് പറഞ്ഞു. അവന് മോളുടെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. എന്നാ ചീരുവിന് ആ കാര്യത്തിൽ ഒരു പേടിയില്ലെന്നും അവൻ പറഞ്ഞു. ആ, തീരുമാനം എടുക്കേണ്ടത് മോളാ. മുൻകരുതൽ എടുക്കേണ്ട കാര്യം അമ്മ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇല്ലമ്മ, എന്റെ വയറ്റിൽ വളരുന്ന ജീവനെ ഇല്ലാതാക്കി എന്റെ ജീവൻ രക്ഷിക്കാൻ ഇനി എന്നോട് ആരും പറയണമെന്നില്ല. എനിക്കത് കേൾക്കുന്നത് പോലും ഇപ്പം വെറുപ്പാ.